630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ഇവിടെ ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുണ്ട്. അപ്പോൾ ശരാശരി വേഗത കണ്ടുപിടിക്കണം. അപ്പോൾ ശരാശരി വേഗത കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ശരാശരി വേഗത കാണാൻ സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ദൂരം ബൈ സമയം. ദൂരം ഇവിടെ 810 കിലോമീറ്റർ ആണ്. അപ്പോൾ 810നെ സമയം 9 മണിക്കൂർ 9 കൊണ്ട് ഹരിക്കുക. 81നെ 9 കൊണ്ട് ഹരിച്ചാൽ 9 വരും. 9 ഗുണം 9 ആണല്ലോ 81, 9. അപ്പോൾ 810നെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 90 കിട്ടും. അപ്പോൾ ശരാശരി വേഗത 90 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു ഭിന്നസംഖ്യയുടെ 4 ആയാൽ ഭിന്നസംഖ്യ ഏത്? ഇവിടെ ഒരു ഭിന്നസംഖ്യയുടെ 4 ആണെന്ന് നൽകിയിരിക്കുന്നു. നമുക്ക് ആ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 100ൻ്റെ 4 കാണണമെങ്കിൽ എന്ത് ചെയ്യും? 100നെ 4 കൊണ്ട് ഹരിക്കും. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഭിന്നസംഖ്യയുടെ 4 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. സംഖ്യയുടെ 8 കാണാൻ സംഖ്യ 8 കൊണ്ട് ഹരിക്കും. അപ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 4നെ 8 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 ഗുണം 8 അതായത് 32. ഇനി ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ 32/1 എന്ന് കാണാം. അപ്പോൾ ഉത്തരം 32 തന്നെയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? ഇവിടെ ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടുമ്പോൾ 100 കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ആ സംഖ്യയുടെ 3 മടങ്ങ് കണ്ടുപിടിക്കണം. നമുക്കറിയില്ലാത്ത സംഖ്യ എക്സ് എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ 4 മടങ്ങ് അത് 4x സംഖ്യയുടെ 6 മടങ്ങ് അഥവാ എക്സിൻ്റെ 6 മടങ്ങ് 6x ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടും. അപ്പോൾ 4x + 6x = 100 എന്ന് എഴുതാം. 4x 6x കൂടെ കൂട്ടിയാൽ 10x, അതായത് 10x = 100 എന്ന് വരും. അപ്പോൾ എക്സ് എത്ര വരും? എക്സ് 100/10 = 10. അതായത് സംഖ്യ 10 ആണ്. സംഖ്യ 10 ആണെങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് അത് കാണാൻ 3 ഗുണം 10 കണ്ടാൽ മതിയല്ലോ. 3 ഗുണം 10 30. അപ്പോൾ സംഖ്യയുടെ 3 മടങ്ങ് 30. ശരി ഉത്തരം ഓപ്ഷൻ സി. ആഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? ഇവിടെ ആഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആഗസ്റ്റ് 1 ശേഷം എത്രാമത്തെ ദിവസമാണ് നവംബർ 30 വരുന്നതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആഗസ്റ്റ് 1 ശേഷമുള്ള ദിവസങ്ങളുടെ എണ്ണം എടുക്കാം. ആഗസ്റ്റിൽ 31 ദിവസങ്ങളാണ് ആകെയുള്ളത്. അപ്പോൾ 1 ശേഷമുള്ള ദിവസങ്ങളുടെ എണ്ണം 30. സെപ്റ്റംബറിൽ 30 ദിവസം, ഒക്ടോബറിൽ 31 ദിവസമുണ്ട്. നവംബർ 30 വരെയുള്ള ദിവസങ്ങൾ, നവംബറിലെ 30 ദിവസം. ഈ ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയെടുക്കുക. അപ്പോൾ 121 വരും. ഈ 121നെ 7 കൊണ്ട് ഹരിക്കുക. 121നെ 7 കൊണ്ട് ഹരിച്ചാൽ 12ൽ ഒരു തവണ 7 കുറയ്ക്കുമ്പോൾ 5 51. 51ൽ 7 തവണ 7 49. ശിഷ്ടം 2 കിട്ടി. ശിഷ്ടം കിട്ടിയ 2 നമുക്ക് ആവശ്യം. അപ്പോൾ 2 ശിഷ്ടം വന്നുകൊണ്ട് ചൊവ്വാഴ്ചയോടുകൂടി 2 ദിവസം ചേർക്കുക. അപ്പോൾ ബുധൻ വ്യാഴം. അപ്പോൾ നവംബർ 30 വ്യാഴാഴ്ചയായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 12ൽ 3 എത്ര കൂട്ടിയാൽ 1 കിട്ടും? ഇവിടെ 12ൽ 3 എത്ര കൂട്ടിയാൽ 1 കിട്ടും എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് 1ൽ നിന്നും 12ൽ 3 കുറച്ചാൽ മതി. അപ്പോൾ 1 - 12ൽ 3 കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ പൂർണ്ണസംഖ്യയിൽ നിന്ന് ഭിന്നസംഖ്യ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഈ 1 കൊണ്ട് 12നെ ഗുണിക്കുക. 1 12 12. അതിൽ നിന്ന് അംശമായ 3 കുറയ്ക്കുക. 12ൽ നിന്ന് 3 കുറച്ചാൽ 9. അപ്പോൾ 9 അംശമായിട്ട് എഴുതുക. ഛേദമായിട്ട് ഈ 12 തന്നെ. അപ്പോൾ 12ൽ 9 എന്ന് കിട്ടും. ഇവിടെ അംശവും ഛേദവും 3ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 3 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും ഡിവൈഡ് ചെയ്യാം. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3. അപ്പോൾ ഉത്തരം 4ൽ 3. ശരി ഉത്തരം ഓപ്ഷൻ ബി 4ൽ 3.